വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പം കുറച്ച് സ്പോട്ടുകളാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇത് 1-2 വ്ളോഗൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ മോട്ടോ വ്ളോഗ് സെറ്റപ്പ് ചെയ്തതായിരുന്നു. പക്ഷേ എൻ്റെ ഈ ഒരു മൈക്ക് സംഭവം പണി പറ്റിച്ചു കേട്ടോ. മൈക്കിൻ്റെ ഒരു ഓൺ ഓഫ് ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ ഒരു ബട്ടൺ ഓഫായി പോയി അറിയാണ്ട് അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഷോർട്ടാക്കി ചെയ്തതാണ്. അതായത് നമ്മൾ മൈസൂരിലെ ഒരു കിടിലൻ, അതായത് കാണാൻ വേണ്ടി ഒരു കിടിലനായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചർച്ച് ഉണ്ട്. അപ്പോൾ ആ ഒരു ചർച്ചിൽ പോയതും ഫുള്ളി ഒന്നുമില്ല, എന്നാലും ഞാൻ വിഷ്വലി ഓക്കെ ആയ വിഷ്വൽ, അതായത് വോയിസും സംഭവം എല്ലാം ഓക്കെ ആയിട്ടുള്ള വിഷ്വൽസ് മാത്രം കൊടുത്തിട്ട് ഈ ഒരു വീഡിയോ ഒരു രീതിക്ക് ഒപ്പിച്ച് എടുക്കുവാണ്. അതായത് ഇത്രയും വിഷ്വൽ എടുത്തിട്ട് അത് ഒട്ടും കാണിക്കാണ്ട് പോകണ്ടെന്ന് കരുതിയിട്ട് കാണിക്കാൻ പറ്റുന്ന ഓക്കെ ആയിട്ടുള്ള ഭാഗം മാക്സിമം നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയ വീഡിയോയിലോട്ട് പോയേക്കാം. ഇപ്പോൾ ഞാൻ പോകുന്നതെന്ന് പറയുമ്പം ഇതിന് തൊട്ട് പുറകെ ഒരു ചർച്ച് ഉണ്ട്. അപ്പോൾ ആ ഒരു ചർച്ചിൻ്റെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോവുകയാണ് സംഭവം. ഞാനും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ, പക്ഷേ അതൊന്നും റെക്കോർഡ് ആവുന്നില്ലെന്ന് മാത്രം. അപ്പോൾ മെയിൻലി ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഒരു ചർച്ച് ഉണ്ട്, അതുപോലെ ആ ഒരു ചർച്ചും അതിനുശേഷം മൈസൂർ പാലസ് നമ്മൾ ഫുള്ളി ചുറ്റി അടിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് റോട്ടിൽ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് പയ്യെ നമ്മൾ അവിടെ നിന്ന് ബാംഗ്ലൂരിലോട്ട് പോകുന്ന ഒരു സംഭവം വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ അതിന് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അപ്ലൈ തോളിലോട്ട് ഇട്ടാൽ മതി. നമ്മളിന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചർച്ചിലെ വിഷ്വൽസ് സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. അത് കുറച്ച് വിഷ്വൽസ് ഞാൻ ഓൺ വോയിസ് ആയിട്ട് എടുത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാ. ചമുണ്ടി ഹിൽസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ചർച്ചിലോട്ട് വന്നു കേട്ടോ. ഇവിടെ മൈസൂരിലൊരു വലിയൊരു ചർച്ചാണ്. എനിക്ക് കണ്ടപ്പോൾ തന്നെ അടിപൊളിയായി തോന്നി. കാരണം ഇതിൻ്റെ ഒരു ഷേപ്പ് പറഞ്ഞാലും ആ ഡിസൈൻ പറഞ്ഞാലും മൊത്തത്തിൽ അടിപൊളിയായി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു ചർച്ച്, അതുപോലെ 1-2 പാലസൊക്കെ പോയിട്ട് മൈസൂർ എന്ന് പറയുമ്പോൾ അടിപൊളിയാട്ടോ. അതായത് ഇവിടെ നമുക്ക് പറ്റിയ ഹില്ലേരി അങ്ങനത്തെ സംഭവമൊക്കെ എന്ന് പറയുമ്പോൾ ചൗമുണ്ടി ഹിൽസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുപോലുള്ള ചർച്ച്, അതുപോലെ ഒരുപാട് പാലസ്, ടിപ്പു സുൽത്താൻ്റെ കോട്ട. അപ്പോൾ എന്തായാലും ഞാനൊരു പള്ളിയുടെ വ്യൂ കാണിച്ചു തരാം. നോക്കിക്ക്, ക്യാമറക്കകത്തൊന്നും കൊള്ളുന്നില്ല കേട്ടോ ഇതിൻ്റെ ഒരു ടോപ്പ് വരെ. ഇത് മുകളിലോട്ട് നോക്കുമ്പോൾ മേഘം നീങ്ങുന്ന കണ്ടിട്ട് പള്ളി നീങ്ങുന്ന പോലെ കേട്ടോ. പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കാളി, എന്താ പള്ളി നീങ്ങുമെന്ന്. പിന്നെ താഴോട്ട് നോക്കിയപ്പോഴാണ് പള്ളി അനങ്ങുന്നതൊന്നുമില്ല, മുകളിലുള്ള മേഘമാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പള്ളിയെല്ലാ സംഭവം കണ്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത്. അവിടെ നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മളെപ്പോലെ ഇതുപോലെ പള്ളി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട്. മലയാളീസിനെ അവിടെ നിന്ന് കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആ ഒരു മൈസൂരിൻ്റെ ആ ഒരു ട്രാഫിക്കിലൂടെ ഇങ്ങനെ വന്നു. അതുപോലെ ഇവിടുത്തെ ഓട്ടോറിക്ഷൻ്റെ ആ ഒരു ഷേപ്പ് നല്ല രസം കേട്ടോ. അതായത് ഓട്ടോറിക്ഷൻ്റെ ബാക്കിലുള്ള ഒരു ബൾജിങ്, അത് ഭയങ്കരമായിട്ട് വേറൊരു രസമാട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ആ ഒരു ട്രാഫിക്കിലൂടെ ഇങ്ങനെ, ട്രാഫിക് ജാം എന്നൊക്കെ പറഞ്ഞാൽ കിട്ടില്ല ട്രാഫിക് ആയിരുന്നു. ഈ ഒരു സ്പോട്ടിലൊക്കെ നമ്മൾ അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ട്രാഫിക്കിന് വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ ഓട്ടോ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ബൾജിങ് ബാക്കിലെ 2 കോർണറിലും ഒരു ചെറിയ ബൾജിങ് ഉള്ളിലോട്ട്. അവിടെ നിന്ന് കുറച്ച് സമയം ഇങ്ങനെ ഈ ഒരു ട്രാഫിക്കിലൂടെയും പോന്നപ്പം നമ്മൾ നേരെ ഡയറക്ഷൻ ഇട്ടായിരുന്നു പോകുന്നത്. അതായത് മൈസൂർ പാലസിലോട്ട് ഡയറക്ഷൻ ഇട്ടായിരുന്നു പോകുന്നത്. അങ്ങനെ റോട്ടിൽ നിന്ന് തന്നെ ആ ഒരു പാലസിൻ്റെ പോർഷൻസ് കണ്ടു തുടങ്ങിയിട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇതുപോലെ റോട്ടിൽ നിന്ന് തന്നെ ആ ഒരു വ്യൂവും കണ്ടു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം, നമ്മുടെ വണ്ടി, അതായത് ആ ഒരു പാലസും ചേർത്ത്, ആ ഒരു പാലസിൻ്റെ ആ ഒരു കവാടം സംഭവം എല്ലാം ചേർത്ത് വണ്ടിയായിട്ടൊരു പിക്ക് അടിക്കണമെന്ന്. അങ്ങനെ ഞാൻ നേരെ യൂട്ടേൺ തപ്പാൻ വേണ്ടി പോകാം കേട്ടോ. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് കുറച്ചുകൂടിയെങ്കിലും ഒരു യൂട്ടേൺ കിട്ടി. നമ്മൾ തിരിച്ച് വന്ന് പാലസിൻ്റെ വ്യൂവും കണ്ട് ഫോട്ടോ എടുക്കുന്ന രീതിക്ക് നമ്മുടെ വണ്ടി ഒന്ന് സെറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ അവിടെ നിന്നും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബാംഗ്ലൂർ ഇടുക കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഒരു ചെറിയ സ്പോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു, അതായത് പയാന കാർ മ്യൂസിയം എന്ന് പറയുന്ന ഒരു കാർ മ്യൂസിയത്തിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്ത് നമ്മൾ നേരെ ഡയറക്റ്റ് ബാംഗ്ലൂരിലോട്ട് പോകുന്ന ഒരു ചെറിയ വ്ളോഗ് ആ ഒരു രീതിക്ക് ഈ ഒരു വീഡിയോ മാറ്റിയെടുത്തതാണ്. റോഡൊക്കെ കിടിലനായിരുന്നു കേട്ടോ, ഒരേ പിടുത്ത് ഇങ്ങനെ പിടിച്ച് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു റോഡ്. റോഡ് അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ലാത്ത റോഡാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പൊക്കെ RCയിൽ വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം. ഈ റോഡ് കിട്ടിയ സമയത്ത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാട്ടോ ഈ റോഡൊക്കെ.
അങ്ങനെ ഒരു ഹൈവേയിൽ നല്ല പിടുത്തം പിടിച്ച് പോകുന്നതിൻ്റെ അടുക്കാട്ടോ ഇതുപോലുള്ള ഷോപ്പുകളുണ്ട്. അതായത് ഈ ഒരു ട്രിപ്പിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ മാക്സിമം കുറയ്ക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡാണ് ഈ ഒരു സംഭവം. ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾ. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഞാൻ നിർത്തിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയ ഒരു സംഭവമാണ് ഇത്. കേൽവണ്ടി കണ്ടേ പിന്നെ ഞാൻ പിന്നാലെ കൂടി അവനെ പിടിച്ചു കേട്ടോ. സംഭവം അവന് കോഴിക്കോട് ആ ഒരു സൈഡിലെങ്ങാണ്ടുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഈ ഒരു സമയത്ത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മറന്നുപോയാണ്. അല്ലെങ്കിൽ ആ ഒരു വോയിസിലെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ നിന്നൊക്കെ. അവന് ബാംഗ്ലൂർ പോകുന്നതാണ്. അവൻ അവിടെ വർക്ക് ചെയ്യുവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അവനും നമ്മളെപ്പോലെ മൈസൂരിലൊരു ദിവസം നിന്നിട്ടാണ് പോകുന്നത്. പയ്യെ ബ്രേക്ക് എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ അവനോട് എന്തൊക്കെയോ സംസാരിച്ച് അവന് നമ്മളെ ഈ ഒരു സ്പ്ലെൻഡറിൽ ഇതുപോലെ സോളോ പോകുന്നത് കണ്ടിട്ട് അവനും അത്ഭുതപ്പെട്ടു കേട്ടോ. അവനും എന്തൊക്കെയോ അത്ഭുതത്തോടു കൂടി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എന്നോട്. അങ്ങനെ ഏകദേശം കുറച്ച് സമയം ഓടി അവസാനം ഇതുപോലുള്ള ടൗണുകൾ കണ്ടു തുടങ്ങിട്ടോ. അതായത് ബിൽഡിങ്സും ട്രാഫിക്കും എല്ലാം വന്നു തുടങ്ങി. ഓൾമോസ്റ്റ് ബാംഗ്ലൂർ എത്തിയെന്നർത്ഥം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഏകദേശം എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലോട്ട് എന്ന് പറയുമ്പോൾ 30-40 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ ട്രാഫിക്കിനിടയിലൂടെ തന്നെ പോകണം കേട്ടോ ആ ഒരു സ്പോട്ടിലോട്ട്. ടൗണിലോട്ട് എത്തി തുടങ്ങിയപ്പം റോഡൊക്കെ കിടിലൻ റോഡായിട്ടുണ്ട്. മുമ്പത്തെ റോഡിനെക്കാട്ടിലും ഒന്നും കൂടെ അടിപൊളിയായിട്ടുണ്ട് റോഡ് സംഭവം എല്ലാം. പക്ഷെ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിക്കുള്ള ട്രാഫിക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈവനിങ് ടൈം ആട്ടോ ഈ ഒരു സ്പോട്ടിലോട്ട് എത്തിയേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു തിരക്ക് അതും ഉണ്ട് കേട്ടോ. വീണ്ടും ഞാനൊരു കേൽവണ്ടി കണ്ടു കേട്ടോ. അപ്പോൾ അതിന് പുറകെയുള്ള ഓട്ടത്തിലാണ് ഈ ഒരു കാണുന്ന ഓട്ടം. ഇങ്ങനെയും അവർ പിടിക്കണം എന്നുള്ള ഒരു രീതിക്കാണ് അതിന് പിന്നാലെ പായുന്നത്. എക്സ്പൾസ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടേതും അതും ഒന്നും അടുത്തെത്തില്ല. ഡബിളാണ് നമ്മളെ വണ്ടീൻ്റെ നേരെ ഡബിൾ പവറാണ് ആ ഒരു വണ്ടിക്കുള്ളത്. എന്നാലും എന്നെ കൊണ്ട് കഴിയുന്നതിന് മാക്സിമം ഞാൻ വലിച്ചു പിടിച്ച് അതിന് പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. ഡോറ ബുജിയിലൊക്കെ ശ്രമിച്ചാൽ വിജയം നമുക്കെന്ന് പറയുന്ന പോലെ ആഞ്ഞു പിടിച്ചപ്പോൾ അവരെയും കിട്ടിയിട്ടു. അവരുമായിട്ട് നല്ല രീതിക്ക് സംസാരിച്ചു. അവർ കൊല്ലത്തുനിന്നെങ്ങാണ്ട് വരുന്നവരാണ്.
നല്ലൊരു ജേണി ഉണ്ടാവും കേട്ടോ അവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അവർ നാട് കൊല്ലമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ടൊന്നും ഓർമ്മയില്ല. അതിനുള്ള കാരണവും ഈ വോയിസ് ഓവർ തന്നെയാണ്. അതായത് കറക്റ്റായിട്ടുള്ളൊരു മൈക്കാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സംഭവം അറിയാമായിരുന്നു. പക്ഷേ അവർ കൊല്ലത്തുള്ളതെന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ബാംഗ്ലൂർ പഠിക്കുവാന്നും പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുവാന്നും പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്ന ആ രീതിക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്തായാലും അവരെ നമ്മൾ പിടിച്ചു. ഇനിയും ഈ ഒരു ബ്ലോക്കിലൂടെ ഈ ഒരു ട്രാഫിക്കിലൂടെ ഏകദേശം 18 കിലോമീറ്റർ അങ്ങാണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട്. അതിനിടയിൽ ഞാനൊരു പമ്പിൽ ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഗോപ്രോയിലെ ചാർജ് തീർന്നോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി അർഷീൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഞാൻ ഫ്രഷായി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ഒരു സമാധാനം കേട്ടോ. ഇപ്പോൾ ഒരു സുഖമുണ്ട്. നമ്മുടെ വണ്ടി ഇതേ ഇവിടെ. വണ്ടി വന്ന് ഇങ്ങോട്ടേക്ക് ഒതുക്കി വെക്കണം. ഞാൻ നേരെ വന്നപ്പം ഫ്രണ്ടി വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇട്ട് കാരണം വണ്ടി നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ റൂമെന്ന് പറയുമ്പോൾ ഇതേ ഈ ഒരു പോർഷനിലാട്ടോ. അവൻ്റെ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇതേ മിൻറ്റ് ലീഫ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ചു അതിൻ്റെ ഞാൻ എടുത്ത് പോകാം കേട്ടോ. കാരണം ഞാൻ പിന്നെ ക്യാമറ പെട്ടെന്ന് ഓഫായി, ചാർജ് തീർന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിക്കായ കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ചു അതിൻ്റെ വേണ്ടിയിട്ട് പോവാണ്. അതിനുമായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉള്ളോട്ടിട്ടാൽ മതി. നമ്മുടെ ഇന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കൂടി തന്നെ ലഭിക്കും. അപ്പോൾ ഇനി നാളെ നമ്മളൊരു ഇവിടുന്ന് സ്പോട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും ഉണ്ടെന്ന് പറഞ്ഞേ. അവനും അവൻ്റെ വേറെ 2 ഫ്രണ്ട്സും ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ നന്ദി ഹിൽസ് പോകുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അതൊക്കെ കാണാം കേട്ടോ.